പ്രിയമുള്ളവരെ, റിപ്പോർട്ടർ ടി വി ഇന്ന് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. ലഹരിക്കെതിരെയാണ് നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത്. റിപ്പോർട്ടർ ടി വി ഇന്ന് മുതൽ കുറച്ച് നാളുകൾ അടുപ്പിച്ച് ഈ ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കാം എന്ന് തീരുമാനിക്കുക. എഡിറ്റോറിയൽ എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ് അത്. വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ആയി ഇതിനെ മാറ്റാം എന്ന് വിചാരിക്കുന്നു. കാരണം എന്താണ്, നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗം വളരെയധികം കൂടുകയാണ്. അപ്പോൾ അതിനെതിരെ ഒരു വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ഇല്ലെങ്കിൽ ഇത് ചെറുക്കാൻ പറ്റും എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് കണ്ണടച്ച് വിടും. ഇതോടുകൂടി ഇത് അവസാനിക്കുമെന്ന് പറയും. നമ്മൾ ഒരു ഉപദേശം കൊണ്ട് അങ്ങ് തീർക്കാമെന്ന് വിചാരിക്കും. അതോട് ഉപദേശിച്ച് നമ്മളങ്ങ് വിട്ടാൽ ഇതൊക്കെ നേരെയാവും എന്നാണ് ഒരു പരിധിയിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത്. നമ്മുടെ വീടുകളിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എല്ലാം ഉപദേശം കൊണ്ട് നേരെയാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതൊരിക്കലും ഒരു ഉപദേശം കൊണ്ട് മാത്രം നേരെയാക്കാൻ പറ്റും എന്നുള്ളത് വിചാരിക്കുന്നില്ല. ഒരു കാരണവശാലും ഇത് ഉപദേശം കൊണ്ട് ചിലപ്പോൾ നന്നായേക്കാം. നന്നായി ഇല്ലെങ്കിൽ അത് വലിയ വിപത്തിലേക്കായിരിക്കും പോകാൻ പോകുന്നത്. കാരണം എന്താണ്, നമ്മളൊരു ഒരു സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളെ നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മളെന്ത് പറയും, ഇതിനി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നതിനേക്കാളും അപ്പുറം അത് എന്താണോ, ആരെയാണോ അത് അറിയിക്കേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെയാണോ അറിയിക്കേണ്ടത്, എക്സൈസിനെ, പോലീസിനാണെങ്കിൽ പോലീസിനെ, എല്ലാവരെയും ഇത് അറിയിക്കുക എന്നുള്ളതാണ്. അറിയിക്കുന്നതോട് കൂടിയിട്ട് ആ പറയുന്ന ഇദ്ദേഹത്തിന് എവിടുന്ന് ഡ്രഗ്സ് കിട്ടിയെന്നും, ഇതിൻ്റെ ചങ്ങല എവിടെയാണെന്നും, ഇതിൻ്റെ കണ്ണി എവിടുന്ന് വന്നു എന്നുള്ളതും, ഇതിൻ്റെ മാഫിയ ആരാണെന്നും, വലിയ രീതിയിലുള്ളൊരു മാഫിയനെ ആയിരിക്കും ഈ പറയുന്ന നമ്മൾ ഒരാളെ കാണിച്ചു കൊടുക്കുന്നതോടുകൂടി ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ അദ്ദേഹത്തോട് ചെയ്യുന്ന വലിയൊരു നല്ല കാര്യം കൂടി അത്. ആ ഒരു ഉപദേശം കൊണ്ട് ചിലപ്പോൾ നന്നായിക്കോണമെന്നില്ല. സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുന്നതിൻ്റെയൊക്കെ അപ്പുറമാണ് ഈ പറഞ്ഞ സിന്തറ്റിക്. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും, അത് ഉപയോഗിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി കൊലപാതകങ്ങളും, കാരണം ഇവരൊക്കെ നമ്മൾ ഉപദേശിച്ച് നന്നായില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക, അതിൻ്റെ ഏറെ നമ്മളായി തീരാം. ചിലപ്പോൾ ഇദ്ദേഹം വെട്ടുകത്തിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഇര നമ്മൾ തന്നെ ആയിത്തീരാം. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ഡ്രഗ്സിൻ്റെ ഉപയോഗം കേരളത്തിൽ വന്നുള്ളൂ. അപ്പോൾ അതിനെതിരെ റിപ്പോർട്ടർ ടി വി ഒരു പോരാട്ടം തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ സമൂഹത്തെ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഞാൻ പറയുകയാണ്, ഇതിനെ വലിയ രീതിയിൽ ലഹരി എന്ന് പറഞ്ഞാൽ, ഇപ്പം മദ്യപാനം ലഹരി അല്ലേ എന്ന് ചോദിച്ചാൽ ലഹരിയാണ്, പക്ഷേ അതിനേക്കാൾ അപകടകാരിയാണ് ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ പോരാട്ടം എന്ന് പറയുന്നത് മദ്യപാനത്തിനെതിരല്ല, പക്ഷേ എന്താണ്, മദ്യപാനം പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിലപാടെങ്കിൽ കൂടെ ഇങ്ങനെയുള്ള ഈ സിന്തറ്റിക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യം, MDMA, അതുപോലെ തന്നെ ഈ LSD, അതുപോലെ ആഷിഷ്, നമ്മുടെ ഓയില്, കൊക്കൈൻ പോലെയുള്ള വലിയ രീതിയിലുള്ള ഡ്രഗ്സുകളാണ് ഇപ്പോൾ കേരളത്തിൽ യൂസ് ചെയ്യുന്നത്. അതും മുഴുവൻ പുതുതലമുറകളാണ്, എന്താ പറയുക, യുവാക്കളാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിലായാലും അതുപോലെ തന്നെ സമൂഹത്തിലായാലും സ്കൂളുകളിലായാലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലായാലും നമ്മൾ ഇടപെടുന്ന ഏത് സ്ഥലങ്ങളിലാണെങ്കിലും ഇതുപോലെയുള്ള ഡ്രഗ്സ് സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഉപയോഗത്തിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുക. അതിനുവേണ്ടി റിപ്പോർട്ടർ ടി വി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാളെ മുതൽ നമ്മളൊരു ടോൾ ഫ്രീ നമ്പർ കൊടുക്കും. നമ്മളൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആരാണോ ഈ പറയുന്ന ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്, ഈ ഡ്രഗ്സിൻ്റെ കണ്ണി ആരാണ്, അതിൻ്റെ വിഷ്വൽസ് നിങ്ങളുടെ കയ്യിലുണ്ടോ, അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം നമ്മുടെയൊക്കെ അയച്ചു തരികയാണെങ്കിൽ നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിക്കുകയും നിങ്ങളുടെ ആരാണോ അയച്ചു തരുന്നത് അദ്ദേഹത്തിൻ്റെ പേരോ വിവരങ്ങളോ എന്ന് പറഞ്ഞ് പുറത്തുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഇതുപോലെയുള്ള കാര്യം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ റിപ്പോർട്ടർമാരെയും ഞങ്ങളുടെ ബ്യൂറോയിലുള്ള അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫുകളൊക്കെ വെച്ച് അന്വേഷിച്ച് ഇതിന് സത്യാവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ ആ വാർത്ത പുറത്തുവിടുകയും ചെയ്യും. അപ്പോൾ ഇതിനെതിരെ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കാമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മിനിസ്റ്റർമാരാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും പോലീസുകാരാണെങ്കിലും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും സിനിമ കലാരംഗത്തുള്ളവരാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും ഏതൊക്കെ വിഭാഗത്തിൽ നിന്നാണ് എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് ഇത് വലിയൊരു ക്യാമ്പയിനാക്കി മാറ്റണമെന്നാണ് റിപ്പോർട്ടർ ടി വി ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാവരും ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഈ പറയുന്ന ഡ്രഗ്സിനെതിരെയുള്ള ഒരു പോരാട്ടമായി ഏറ്റെടുത്ത് ഞങ്ങളെ കൂടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഇത് പൂർണ്ണമായും സർക്കാരിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ എക്സൈസ് വകുപ്പിന് വിമുക്തി എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. മുഖ്യമന്ത്രി ചെയർമാനായി, എക്സൈസ് വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനായിട്ടുള്ളൊരു ഗവേണിംഗ് ബോഡി അതിനുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നതിനും അപ്പുറത്തേക്ക് ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നു.
പ്രത്യേകിച്ച് സ്കൂളുകളിൽ, കോളേജുകളിൽ, കൗമാരക്കാരിൽ ഇത് നമ്മളറിയാത്ത ഇടങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്നുണ്ട്. റെസിഡൻസികൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒരുപക്ഷെ അർദ്ധരാത്രികളിൽ ചില കഫേകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒക്കെ ഇതിൻ്റെ ഡ്രോപ്പിങ്ങുകൾ നടക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘത്തിനോ ഞങ്ങളുടെ പ്രാദേശിക ലേഖകർക്കോ കണ്ടെത്താൻ പറ്റുന്നതിനും അപ്പുറമാണ് ഈ വലിയ കണ്ണി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കണക്കുകൾ നമ്മളോട് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കോവിഡാനന്തരം മിഷിഗൺ സർവകലാശാലയിൽ ഒരു പഠനം നടന്നിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ഡ്രഗ്സ് അബ്യൂസ് നടത്തിയ പഠനത്തിൽ പറയുന്നത് 15 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിൽ കോവിഡിനു ശേഷം 31% കുട്ടികളാണ് ഡ്രഗ്സിൻ്റെ അബ്യൂസിലേക്ക് പോയിരിക്കുന്നത് എന്നാണ്. ഇത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഇത് അമേരിക്കയിലെ കണക്കാണെങ്കിൽ പോലും നമ്മളതിൻ്റെ ഭവിഷ്യത്ത് മുൻകൂട്ടി അറിയണമായിരുന്നു. നമ്മുടെ നാട്ടിലും ഈ വിപത്ത് വരും എന്ന് നമ്മൾ ഭയക്കണമായിരുന്നു. പഞ്ചാബിൽ വന്നത് നമ്മൾ കണ്ടതാണ്. ഇത് മുംബൈ കഴിഞ്ഞാൽ നർക്കോട്ടിക് ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന സ്റ്റേറ്റ് നമ്മുടേതാണ് എന്നുള്ളത് നമുക്ക് പറയാം. കൂടുതൽ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. പക്ഷേ അപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉപയോഗിക്കുന്നവർക്ക് ആ ലഹരി എളുപ്പം കിട്ടുന്നു എന്നുള്ളതാണ്. കേരള പോലീസിൻ്റെ മൊത്തം കേസുകൾ എടുത്താൽ ആ കേസിൽ 10% ലഹരി ഉപയോഗിക്കുന്നവരാണ് കുറ്റവാളികളാകുന്നത് എന്നതാണ് കണക്ക്. കേരള പോലീസിൻ്റെ മൊത്തം ക്രിമിനൽ കേസുകളിൽ, സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ 2020 ശേഷം 6 ഇരട്ടി വർധനവാണ് ഈ പറയുന്ന NDPS സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ്. അപ്പോൾ ഈ കണക്ക് ചെറുതല്ല. ഇവിടെ അഫാൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. മദ്യം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ലഹരി ഉപയോഗിക്കുന്ന ഒരു ആംഗിൾ കൂടി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടർ TV ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ, രക്ഷിതാക്കളുടെ, അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോട് കൂടിയാണ്. ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾക്ക് ചെന്നെത്താൻ പറ്റാത്ത ഇടങ്ങളിൽ ലഹരിയുടെ വ്യാപനം നടക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. ഞങ്ങൾ നൽകുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ആ നമ്പർ ഞങ്ങൾക്ക് എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ക്രോസ് ചെക്ക് ചെയ്ത് അവർ ആരാണോ അവരെ പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊരു തുറന്ന യുദ്ധമാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാം. അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും വ്യക്തികളെ മോശമാക്കുന്നതിന് വേണ്ടി ആ ചിത്രങ്ങൾ അയച്ചു തരാൻ പാടില്ല. അത് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തായിരിക്കും നമ്മളത് കൊടുക്കുക. എങ്കിൽ പോലും ഒരു തുറന്ന യുദ്ധം നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കാര്യം ഇത് സർക്കാർ സംവിധാനങ്ങളോടൊപ്പം തന്നെ സമൂഹം ജാഗരൂകരായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാഹചര്യം കൂടിയാണ്. ആ ജാഗ്രതയാണ് റിപ്പോർട്ടർ TV മുന്നോട്ട് വയ്ക്കുന്നത്. വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നുള്ളത്. Meet the editors.